ഹായ് ഫ്രണ്ട്സ്, ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള 2 മുക്തകങ്ങളാണ്. ഒന്നാമത്തേത് ചേലപ്പറമ്പ് നമ്പൂതിരിയുടെയും അടുത്തത് നാലപ്പാട്ട് നാരായണ മേനോൻ്റെയുമാണ്. ആദ്യം തന്നെ നമുക്ക് ചേലപ്പറമ്പ് നമ്പൂതിരിയുടെ മുക്തകം നോക്കാം. പാടത്തിൻ്റെ കരയിൽ വേലിക്ക് ഒരാഘോഷമായി വളരുന്ന കയ്പവല്ലരിയെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അമൃതിൻ്റെ അഹങ്കാരത്തെ വരെ ഇല്ലാതെയാക്കുന്ന ഒന്നാണ് കയ്പവല്ലി പെറ്റ പാവയ്ക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഔഷധ ഗുണമുള്ള അത്രയും നല്ല പാവയ്ക്കയെ ഇവിടെ വർണ്ണിക്കുകയാണ്. അപ്പോൾ ആ പാവയ്ക്ക വാടാതെ, ആ പാവയ്ക്ക എൻ്റെ കയ്യിൽ വരട്ടെ, അപ്പോൾ വാടാതെ നല്ല രീതിയിൽ വളർന്ന് നന്നായി ഒരു പാവയ്ക്ക ഉണ്ടായി കാണാനുള്ള ഒരാഗ്രഹമാണ് ഈ മുക്തകത്തിൽ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത മുക്തകം നോക്കാം. നാലപ്പാട്ട് നാരായണ മേനോൻ്റെ മുക്തകം. അതായത് സൂര്യപ്രകാശം രാജാക്കന്മാരുടെ പരിപാലനം ഏറ്റ് വളരുന്ന പൂച്ചെടിയും അതേപോലെ ആരുമില്ലാതെ മതിലിൻ്റെ വിടവിലൂടെ മുളച്ചു വരുന്ന പാഴ്ചെടിയിലും ഒരേപോലെയാണ് സൂര്യപ്രകാശം ഏൽക്കുന്നത്. അപ്പോൾ ഇവിടെ സൂര്യപ്രകാശം വലുത് എന്നോ ചെറുത് എന്നോ ഉയർന്നത് എന്നോ താഴ്ന്നത് എന്നോ എന്നുള്ള ഒരു വേർതിരിവും കൂടാതെയാണ് പതിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനെയും സമഭാവനയോടെ തുല്യതയോടെ കാണണം എന്നുള്ളൊരാശയമാണ് നമുക്ക് ഈ മുക്തകത്തിൽ ലഭിക്കുന്നത്.